നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വെറും 4 ചാപ്റ്ററുകൾ പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ മോഡൽ എക്സാമിന് എല്ലാം പഠിച്ചിട്ട് പോകുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ ചാപ്റ്ററും പഠിച്ചുകൊണ്ട് പോകണം. പക്ഷേ ചില കുട്ടികൾക്ക് മോഡൽ എക്സാമിന് ടെൻഷൻ കൊണ്ട് എല്ലാ ചാപ്റ്ററും പഠിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു, പഠിക്കുന്നത് വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് പോകുക. അത് 15 മോഡൽ എക്സാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന ചാപ്റ്ററുകളാണെങ്കിൽ ആ ചാപ്റ്റർ തീർത്ത് പഠിക്കുക, തറവാക്കി പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഫിസിക്സിൻ്റെ ഏതൊക്കെ 4 ചാപ്റ്റർ പഠിക്കണം? ഒന്നിൽ ആദ്യത്തെ 4 ചാപ്റ്റർ പഠിക്കുക. നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. 25 മുതൽ 30 മാർക്ക് വരെ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ആദ്യത്തെ 4 ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറണ്ട് ഇലക്ട്രിസിറ്റി, ഇനി 4ാമത്തെ മാഗ്നറ്റിക് എഫക്ട്സ്. ഇനി നിങ്ങൾക്ക് അതല്ലാതെ വേറൊരു 4 ചാപ്റ്റർ പഠിക്കണം എങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വേറൊരു ചോയ്സുകൂടെ പറഞ്ഞുതരാം. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, 4ാമത്തെ മാഗ്നറ്റിക് എഫക്ട്സ്, AC, ഒപ്റ്റിക്സ്. ഇത് ഗംഭീര ഓപ്ഷനാണ്. 30 മാർക്ക് 100% ആയിട്ട്. കാരണം 80 മാർക്കോളം ഉള്ള ഓപ്ഷനിൽ നിന്ന് 30 മാർക്ക് 100% ഈ 4 ചാപ്റ്ററിൽ നിന്ന് കിട്ടിയിരിക്കും. പക്ഷേ ഈ ചാപ്റ്റർ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുമോ, നല്ല ഗംഭീരമായിട്ട് പഠിക്കണം ഈ 4 ചാപ്റ്റർ. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് എക്സാമിൽ വലിയൊരു 4 ചാപ്റ്റർ തീരുകയും ചെയ്യും. നമുക്ക് നല്ല മാർക്ക് അതിനും സ്കോർ ചെയ്യാം. ബാക്കിയുള്ള ചാപ്റ്ററൊക്കെ നമുക്ക് തീർക്കാൻ എളുപ്പമാണ്. അരാം ടെൻഷൻ ഇല്ലാതെ ഓരോ പരീക്ഷകളെയും ഇങ്ങനെ നമുക്ക് സമീപിക്കാം. മോഡൽ എക്സാമിൻ്റെ ആയിട്ടുള്ള എല്ലാവരും പോയി എഴുതണം, ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കണം, വിലയിരുത്തണം, അതിനുശേഷം പബ്ലിക് എക്സാമിന് തയ്യാറെടുക്കണം. പക്ഷേ പരീക്ഷയെ നമ്മളെപ്പോഴും സമീപിക്കുന്നത് ടെൻഷൻ ഫ്രീ ആയിട്ട്, ടെൻഷൻ ഫ്രീ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലപോലെ പരീക്ഷകൾ എഴുതാൻ പറ്റും. അന്നേരം ആ രീതിയിലുള്ള നമുക്ക് വീഡിയോസ് മാക്സിമം നമുക്ക് ചെയ്യാം. അന്നേരം നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ നോക്കുക. എന്തായാലും 30 മാർക്ക് കിട്ടാൻ ഈ പറഞ്ഞ മാർഗം ഉറപ്പായിട്ടും മതി. ഒരു ഫിസിക്സ് അധ്യായം എന്നുള്ളത് നിങ്ങൾക്ക് അത് ഉറപ്പ് തരികയാണ്. ഈ രീതിയിൽ പഠിച്ചാൽ മതി. ഇനി നിങ്ങളുടെ ഇഷ്ടം. മൊത്തം പഠിച്ചിട്ട് പോയി നല്ല ഫുൾ മാർക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് അധ്യായം എന്നുള്ള രീതിയിൽ വളരെ സന്തോഷം. എന്നാലും നിങ്ങൾ കമൻറ്റ്സ് ഇടുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നെവർ എവർ ഗിവ് അപ്പ്.